വേദിയിലിരിക്കുന്ന ആദരണീയനായ കേന്ദ്ര മന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ, ആരാധ്യനായ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, NCPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശശി പുളിക്കൻ, മറ്റു വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമസ്കാരം. ഒരുപക്ഷെ കേരളത്തിലെ BJPയുടെ ചരിത്രത്തിൽ, NDAയുടെ ചരിത്രത്തിൽ ഇത്രയും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളാരും ഒരു വേദിയിൽ ഇരുന്ന ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രയും അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ സാംസ്കാരിക തലസ്ഥാനത്ത് ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. അതിന് കാരണം മറ്റാരുമല്ല, കഴിഞ്ഞ 5 വർഷമായി ഈ മണ്ഡലത്തിന്റെ എല്ലാ ജനഹൃദയങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മഹാനടനും ജീവകാരുണ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഉത്തമ മാതൃകയായിട്ടുള്ള, പൊതുപ്രവർത്തന രംഗത്ത് മാതൃക കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് തൃശൂരിലെയും കേരളത്തിലെയും ഭാരതത്തിലെയും മലയാളികൾക്കും ദേശസ്നേഹികൾക്കും അഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ചാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തെ പരിപോഷിപ്പിച്ച് മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ തെരഞ്ഞെടുപ്പിൽ 3,00,000 വോട്ടിന് വിജയിച്ച ശ്രീ സുരേഷ് ഗോപി അവരോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ടായിരുന്നു. 20 പാർലമെന്റ് മണ്ഡലങ്ങളും NDA മത്സരിച്ചു. തിരുവനന്തപുരത്ത് വിജയത്തിന്റെ വക്കോളമെത്തി, ആറ്റിങ്ങലിൽ വിജയത്തിന്റെ വക്കോളമെത്തി. പക്ഷേ വിജയം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് നമുക്ക് മാത്രമായിരുന്നു. അതിന് കാരണമായിട്ടുള്ള തീർച്ചയായും സുരേഷ് ഗോപി അവരുടെ സാന്നിധ്യവും, അദ്ദേഹത്തിന് 5 വർഷമായി, ഞാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത്. പക്ഷെ എനിക്ക് ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം പരാജയപ്പെട്ടിട്ടും ഈ മണ്ഡലത്തെ പരിപോഷിപ്പിച്ച കേരളത്തിലെ ഒരേ ഒരു അന്ന് പരാജയപ്പെട്ട MP അല്ലെങ്കിൽ പരാജയപ്പെട്ട വ്യക്തി ആരായെന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചേറ്റിയത്. നമ്മുടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതായിരുന്നു. ആ ഗ്യാരണ്ടി പാലിച്ചുകൊണ്ട് തന്നെ ഇതാ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ സാംസ്കാരിക തലസ്ഥാനത്തിന് നരേന്ദ്രമോദി സംഭാവന ചെയ്തിരിക്കുന്നു. ജനങ്ങളോടുള്ള വാക്ക് പാലിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മുദ്രാവാക്യം തുടക്കം മുതൽ പറഞ്ഞത് നമുക്ക് ജയിക്കണം, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ആദ്യം മുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഈ പാർലമെന്റ് മണ്ഡലം പിടിച്ചടക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോട് ഉയർത്തിയ ഒരു മുദ്രാവാക്യമായിരുന്നു നമ്മൾ ജയിക്കും, നമുക്ക് ജയിക്കണം, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ആ വാക്ക് ആദർശധീരരായ നിങ്ങളെ പോലുള്ള പ്രവർത്തകർ നെഞ്ചേറ്റി അതും നടപ്പിലായിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ, കേരളത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ താമര വിഞ്ചരിക്കുന്നു. മറ്റൊന്ന് സുരേഷ് ഗോപി സാറ് പ്രധാനമന്ത്രിക്ക് കൊടുത്ത വാക്കാണ്. 3 തവണയാണ് പ്രധാനമന്ത്രി പാർലമെന്റ് മണ്ഡലത്തിൽ വന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 3 തവണ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി വന്ന ചരിത്രം ഇന്നേ വരെ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലില്ല. കുന്നംകുളത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ ടീമിലേക്ക് ഒരാളെ തരൂ, ഞാൻ ആ ടീമിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിയെ തരാം. അത് വാക്ക് പാലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കഠിന പ്രയത്നം, 1275 ബൂത്തുകളിലെയും പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട്, എല്ലാവരുടെയും പിന്തുണയോടുകൂടി ആ 1275 ബൂത്തിലും 700-ലധികം ബൂത്തുകളിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചുകൊണ്ട് ആ പ്രധാനമന്ത്രിയുടെ വാക്ക് പോലും, പ്രധാനമന്ത്രിക്ക് കൊടുത്ത വാക്ക് പോലും നമ്മൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 5 വർഷം നമ്മുടെ മുന്നിലുണ്ട്. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം ദിശമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തൃശൂർ കോർപ്പറേഷൻ നമുക്ക് പിടിച്ചടക്കണം. നിരവധി പഞ്ചായത്തുകൾ നമുക്ക് ഭരിക്കണം, മുനിസിപ്പാലിറ്റികൾ ഭരിക്കണം. നമ്മൾ ആരോട് ഏറ്റുമുട്ടിയാണ് ജയിച്ചത് എന്നോർക്കണം. ആരോടാണ് നമ്മൾ ഏറ്റുമുട്ടിയത്? നമുക്ക് MLA ഉണ്ടായിരുന്നില്ല, നമുക്ക് MP ഉണ്ടായിരുന്നില്ല, നമുക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നില്ല, നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു. ശൂന്യതയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ എതിരാളികൾക്ക് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ആണ് ജയിച്ചത്. 7 അസംബ്ലി മണ്ഡലത്തിൽ അവർക്ക് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു.
2021 തെരഞ്ഞെടുപ്പിൽ LDF ആണ് ജയിച്ചത്. 7 പാർലമെന്റ് മണ്ഡലത്തിൽ അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്താ നമുക്കുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ഇവിടെയും ചില പഞ്ചായത്ത് മെമ്പർമാർ മാത്രം, അവിടെ ഇവിടെ ചില ബ്ലോക്ക് മെമ്പർമാർ മാത്രം. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പറില്ല, മന്ത്രിയില്ല. CPM 2 മണ്ഡലത്തിൽ മന്ത്രി ഉണ്ടായിരുന്നു. ഇവരോടെല്ലാം ഏറ്റുമുട്ടിയാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകർ, ബൂത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകർ ഇവരോട് ഏറ്റുമുട്ടിയ വിജയം ഹിമാലയത്തോട് ഏറ്റുമുട്ടി നേടിയ വിജയമാണ്, കരുത്തുറ്റ വിജയമാണ്. അതുകൊണ്ടാണ് നിങ്ങളാണ് താരങ്ങൾ. ഈ വിജയത്തിലെ യഥാർത്ഥ താരം നിങ്ങളാണ്. ബൂത്തുകളിൽ ഉണർന്ന് പ്രവർത്തിച്ച് 7, 8, 10 പ്രാവശ്യം വീടുകൾ കയറിയിറങ്ങി സുരേഷ് ഗോപി വിജയിപ്പിക്കണം, അദ്ദേഹത്തിന്റെ വിജയത്തിൽ നമുക്ക് അശ്രാന്ത പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 4,12,000 പേരെ ബൂത്തുകളിൽ എത്തിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിച്ച നിങ്ങളാണ് താരം. നിങ്ങളുടെ ദിവസമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി, കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാമാറ്റത്തിന് വേണ്ടി ഒരു ഉജ്ജ്വലമായ മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന് കേന്ദ്രമായിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ പേരിന്റെ വടക്കുന്നാഥന്റെ മണ്ണാണ് എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. തെക്കോട്ടും വടക്കോട്ടുമുള്ള യാത്ര തുടങ്ങുകയാണ്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ ജൈത്രയാത്ര നമ്മൾ തുടരും. നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവും. കോർപ്പറേഷൻ നമ്മൾ ഭരിക്കും, മുനിസിപ്പാലിറ്റി ഭരിക്കും. അവരായിരിക്കും ഒരുപക്ഷെ കോർപ്പറേഷൻ മേയർമാരായിരിക്കും 2026 മത്സരിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരിക്കും 2026 മത്സരിക്കുക, മുനിസിപ്പൽ ചെയർമാൻമാരായിരിക്കും 2026 മത്സരിക്കുക, ബ്ലോക്ക് പ്രസിഡന്റുമാരായിരിക്കും, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കും മത്സരിക്കുക. 2026 മോദിജി കണ്ട സ്വപ്നം, 2026 കേരളത്തിൽ NDA BJP ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നുള്ള മോദിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി കേരളത്തിൽ അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾക്കെല്ലാം താങ്ങും തണലുമായി മാറാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉത്തമ മാതൃകയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള തൃശൂർ വിജയിച്ചുവിട്ട, തൃശൂരിൽ നിന്നും ജനലക്ഷങ്ങൾ വിജയിപ്പിച്ചുവിട്ട സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇത് സാംസ്കാരിക കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു, വടക്കുന്നാഥന്റെ മണ്ണ് ഏറ്റെടുത്തു കഴിഞ്ഞു. പരിവർത്തനത്തിന് ശംഖനാഥം മുഴക്കാൻ പോകുന്നു. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വടക്കുന്നാഥന്റെ മണ്ണിൽ താമര വിരിയിക്കുവാനുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങണം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങണം. അതിനുവേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. നമസ്കാരം. നമസ്കാരം പോരട്ടെ. അവസാനം ഇങ്ങനെ ഒരു മുഹൂർത്തവും അനുഗ്രഹമായി ഇന്ത്യയെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന് ഒരു വരദാനമായി തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ നന്ദി എന്ന് പറയുന്ന വാക്കിലൂന്നിയുള്ള ഒരു ഹൃദയപരമായ പ്രകടനം മാത്രം കാഴ്ചവെക്കാനാണ് എനിക്ക് അവകാശമുള്ളത്. കാരണം ഈ നിമിഷങ്ങളെന്ന് പറയുന്നത്, ഇനിയും കുറച്ച് ദിനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ മലയാളി സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുക, വിപുലമായി ഒരുപക്ഷെ കേരളം വിട്ട് ജീവിക്കുന്ന, രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന, ലോകത്ത് പല രാജ്യങ്ങളിലും ജീവിക്കുന്ന, ഭാരതത്തിന്റെ യശസ്സിന്റെ വളർച്ച കണ്ട് ആനന്ദിക്കുന്ന, അതിന് ഇരട്ടിയായി ഉള്ള വളർച്ച സ്വപ്നം കാണുന്ന മലയാളി സമൂഹത്തിനും ഒരുപക്ഷെ നല്ലൊരു തുടക്കം അവരുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ, ആ പ്രാർത്ഥന ക്രോഡീകരിച്ചു കൊണ്ടുവന്ന മിത്രങ്ങളുടെ, എന്റെ സഹപ്രവർത്തകരുടെ വോട്ട് ക്രോഡീകരിക്കുക, വോട്ട് ഹൃദയങ്ങൾ ക്രോഡീകരിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ, ശ്രമകരമായ ഒരു അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി, മലയാളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മലയാളി
തെരഞ്ഞെടുക്കപ്പെട്ട് അതും ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് 100% വേദികളിലും സംസാരിച്ചപ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ചില വരികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത്, വെറുതെ ജയിപ്പിച്ചാൽ പോരാ, അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞതിന് ഇതിനപ്പുറം എന്താണ് തൃശ്ശൂരിന് നൽകാൻ കഴിയില്ല. ഗംഭീരമാണ്. തൃശ്ശൂരിന്റെ ഹൃദയം ഇത്രയും ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിംഗ് പോലെയാണ്, സക്സസ്ഫുൾ ലാൻഡിംഗ് പോലെയാണ് എനിക്കിപ്പോ തണുപ്പേകിക്കൊണ്ട്. ഒരുപക്ഷെ ചന്ദ്രന്റെ ഇരുട്ട് വശത്ത് പ്രകാശം പരത്താനായി, ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാരവായ്പാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്ന് മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠയ്ക്കുള്ള 20-25 വർഷം 4-5 MP-മാരെ തെരഞ്ഞെടുത്തയച്ചതിന്റെ ഫലം പരിശോധിച്ച് വിലയിരുത്തി ഒരു വലിയ കയ്യടി തരുന്ന പ്രവർത്തനം, ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കും എന്ന് അന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പിൻബലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് ഇനിയും പരസ്യമായി പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട അണികൾക്ക് നടുവിലും പ്രവർത്തകർക്ക് നടുവിലും ഒരുപക്ഷെ ഭാരവാഹികൾക്ക് മുന്നിലും അവരുടെ തേരാളി, അവരെ നയിക്കുന്ന ശ്രീ അനീഷ് കുമാറിനോടും രഘുവിനോടും ഹരിയോടും ഒക്കെ പറഞ്ഞത്, എന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ബൂത്ത് പ്രവർത്തകൻ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു, എന്റെ നടുവ് നിങ്ങൾ ഒടിച്ചു. അതിന്റെ പ്രതികാര നടപടിയായിരിക്കും 5 വർഷത്തെ എന്റെ പ്രവർത്തനം. എങ്ങനെയെന്നും അറിഞ്ഞിട്ട് കൈയടിച്ചു, എങ്ങനെയൂടെ എന്നറിഞ്ഞിട്ട് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവൂ. ഒരു മണ്ഡലത്തിലും ഞാൻ ഇനി വരില്ല, ഒരു പഞ്ചായത്തിലും ഞാൻ ഇനി വരില്ല. ജയിപ്പിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പകുതിയും കൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ 5 വർഷത്തെ കാര്യകർത്താക്കളുടെ പ്രവർത്തനം, ഗൃഹസമ്പർക്കം, അതുകൊണ്ട് തൻകാലിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി ബലമുണ്ടാക്കിയ ഒരു സിനിമാ താരത്തിന്റെ പേരിലല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തനം 5 വർഷം കൊണ്ട് കാഴ്ചവെക്കണം. എന്റെ ഓഫീസിലേക്ക് നിങ്ങളെത്തണം. ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. നിങ്ങൾ ആർക്കൊക്കെ വാക്ക് കൊടുത്തോ, ഏതൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ തല്ലിക്കുന്ന രീതിയിൽ പണിയെടുത്തേ മതിയാവും. കാരണം ഞാൻ ശിക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ആ സിംഹത്തിന്റെ അടുത്തുനിന്നാണ്, തൊട്ട് പിന്നാലെയുള്ള ആ പുലിയുടെ അടുത്തുനിന്നാണ്. പുലി സിംഹം പാവമാണ്. നമുക്കിടയ്ക്ക് ആ താടിയുടെ ഇടയിലോട്ട് കയറി മുഖം അമർത്തി നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും. പുലി അതല്ല, പുലിക്ക് താടിയില്ല. പുലി ഒരു കടിച്ചു പറിക്കാരനാണെന്ന് ഇവിടുത്തെ ശക്തി കേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ പൊക്കൊള്ളാനാണ് പറഞ്ഞത്. എന്നെ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ്. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശക്തി കേന്ദ്ര നേതാക്കളെ ഉടനെ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അത് സംഭവിച്ചു. 21 ഐറ്റങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് എന്തായി, എത്രയായി, എവിടെ വരെയായി? വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അവിടെ അന്ന് ഉണ്ടായത്. ഞാൻ താഴ്ത്തിക്കെട്ടി പറയുന്നത്, എടുത്തടിച്ച പോലെ മൈക്കെടുത്തിട്ട് आप वापस घर जाइए, आप लायक नहीं है इस काम करने के लिए. अगर
जीना है तो पार्टी के लिए जियो. അതില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പണിയെടുക്കണം പാർട്ടിക്ക് വേണ്ടി. പണിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ രാഷ്ട്രീയം എന്ത് വാഗ്ദാനം നൽകി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു നട്ടെല്ലിന് നിങ്ങൾ അതിന്റെ പേശിയും അതിന്റെ മസിലുമായി തീരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേട്ടിട്ട് കൈയടിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് എല്ലാവരും അറിയണം. അതിലൊരു സമവായം വരണം. പിന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഞാൻ 7 മണ്ഡലങ്ങളിൽ വരും. പഞ്ചായത്തുകളിൽ പോലും വരില്ല. 7 മണ്ഡലങ്ങളിൽ വന്ന് അവിടുത്തെ പഞ്ചായത്തുകൾക്ക് വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വായിച്ച് അഭ്യർത്ഥിക്കും. ബാക്കി നിങ്ങൾ നടക്കണം. നടന്നേ മതി. അതുപോലെ തന്നെ ഇവിടെ കൗൺസിലും, ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിലും 55 സീറ്റല്ല അല്ലെ? 11 സ്ഥലത്ത് പോകും. 11 സ്ഥലത്ത് 2-3 ദിവസം കൊണ്ട് പോകും. കാരണം ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ വാഗ്ദാനമൊക്കെ അവരും ശ്രീ നരേന്ദ്രമോദിയൊക്കെ കൂടെ നിങ്ങൾക്ക് തന്നു. എന്നെ കൊണ്ടു ചെന്ന് ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എനിക്കിനി ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല എന്ന പ്രഖ്യാപനം അതിലുണ്ട്. അതുകൊണ്ടൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഒരു നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. എന്റെ ജോലി അത്രയും ഭാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ലഭ്യത നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണ്ട് കിട്ടിയിരുന്നത് പോലെ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല. ഞാനെല്ലാം വെട്ടിത്തുറന്ന് ഒരിക്കലും സൂചിപ്പിക്കാൻ വേണ്ടി പറയാത്ത ആളാണ്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. ഞാനിവിടെ പറയുന്നു. അപ്പൊ കൗൺസിലുകളെ സംബന്ധിച്ച് 5 കൗൺസിലിന് ഒരൊറ്റ മീറ്റിംഗ് അത്രയും പേർക്ക് വേണ്ടി പ്രചരണം നടത്തും. വാഹന പരിപാടിയെല്ലാം ഞാൻ എന്റെ നടുവ് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കൊടുത്തു കഴിഞ്ഞു. 30 ദിവസമാണ് ഞാൻ ചികിത്സയ്ക്ക് കിടന്നത്. 15 ദിവസം ചികിത്സയും 15 ദിവസം നല്ലിരിക്കും. എനിക്ക് എന്റെ ഒരു സിനിമയാണ് നഷ്ടപ്പെട്ടത് ഇലക്ഷൻ കഴിഞ്ഞു. ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കാശ് എത്രയാണെന്ന് അതിന്റെ പ്രൊഡ്യൂസർമാർക്ക് അറിയാം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പരാതി പറയുന്നതല്ല. അത് നടക്കേണ്ടത് അങ്ങനെയാണ് നടന്നത്. പക്ഷേ ഇനിയിപ്പോ നമ്മളത് പറയുന്നൊരു കാര്യമില്ല. എങ്കിലും ഒരു സഹസ്ഥാനാർത്ഥി, ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്, അദ്ദേഹം എന്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചു, അപ്പൊ ഈ ഇലക്ഷൻ പ്രചരണ സമയത്ത് വലിഞ്ഞ് നടന്നത്, മുതുകത്തിൽ ടേപ്പ് ഒട്ടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ അധ്വാനത്തിന് വിലയില്ലാതായി പോയി. പക്ഷെ അവിടെയും ഞാൻ വിജയിക്കുന്നത് എന്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് എന്ത് വിലയാണുള്ളത്? പുച്ഛിച്ച് തള്ളുന്നു. ഇല്ല, ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കേണ്ടി വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു, തുരങ്കം വയ്ക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ് ഇത്. അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ്, അതിൽ തന്നെ ഉണ്ട് ആ ഡബിൾ പ്ലേ. ഡബിൾ ടോണിലാണ് അത് അടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡെമോക്രസി അണ്ടർ ഡേഞ്ചർ. ധൈര്യം ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതാൻ. പോസ്റ്ററിൽ വന്നതാണ്, കണ്ടോ അല്ലേ? അദ്ദേഹത്തിന്റെ മുഖത്തിന് പിന്നാലെ ഈ ഒരു പ്രവണത ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നീതിയാണ്, ന്യായമാണ്. ഉരച്ചു നോക്കാൻ നടന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവർക്ക്
അവർ ഈ ഉദ്ദേശിക്കുന്ന പൊരുൾ ഉരച്ചാലൊന്നും സത്യം കിട്ടില്ല. ഉരയ്ക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്തു കൊടുക്കാൻ, ഉരച്ചു നോക്കട്ടെ. എന്റെ ഹൃദയമാണ് ഉരച്ചു നോക്കേണ്ടത്. മറുപടി ഒന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മുഹൂർത്തമേ അല്ല ഇത്. പക്ഷെ എങ്കിലും ഇനി വരുന്ന പ്രവർത്തകർ ഏത് പാർട്ടിയായാലും ശരി തന്നെ ഒരു മാന്യത സ്വയം കൽപ്പിക്കണം. ഞാൻ എന്റെ സഹസ്ഥാനാർത്ഥികൾ എന്നല്ലാതെ അവരുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? 2 or 3 തവണ പത്രക്കാർ ചോദിച്ചപ്പോ ഒരു പേഴ്സണൽ റെഫറൻസിന്റെ ഭാഗമായിട്ട് മുരളിച്ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേരായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല. എന്തുതരം ജനാധിപത്യമാണ് അവർ സ്വപ്നം കാണുന്നത്? എന്തുതരം ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവർ വളർത്തിയെടുക്കുന്നത്? ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ധ്വംസന മനോഭാവത്തെ മീറിയാണ് നമുക്ക് ദൈവം ഈ 75,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു തിളക്കമായിട്ട് അനുഗ്രഹമായിട്ട് സമ്മാനിച്ചിരിക്കുന്നു. അത് നമ്മളുടെ വിജയം ഘോഷിക്കാനല്ല, അവരുടെ പതനം ഘോഷിക്കാനാണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് സാധ്യമാക്കി തന്ന രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയമില്ലാത്തതും, രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വെറുപ്പുമുള്ള ഒരു സമൂഹം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എന്റെ ഉറപ്പുള്ള വിശ്വാസമാണ്. ഒരു കാലത്തും ആര് പറഞ്ഞാലും മുടക്കാത്ത വിശ്വാസമാണ്. ആ സമൂഹത്തെ ഏകോപിച്ച് കൊണ്ടുവന്ന, ക്രോഡീകരിച്ചു കൊണ്ടുവന്ന എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ സഹപ്രവർത്തകർക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അത് വാക്കുകളിലൂടെ, പക്ഷേ തീർച്ചയായിട്ടും അടുത്ത എത്ര വർഷം എനിക്ക് എന്റെ നേതാക്കന്മാർ തന്നാലും എന്റെ പ്രവർത്തനത്തിന്റെ ഓരോ ആറ്റത്തിലും ഓരോ മോളിക്യൂളിലും അത് സ്ഫുരിക്കും എന്ന് മാത്രം വാക്ക് തരുന്ന ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. സുരേഷന് ആദരവ് പ്രകടിപ്പിക്കുന്നതിന് ഈസ്റ്റ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി ബി ആനിയുടെ ഈസ്റ്റ് മണ്ഡലത്തിന്റെ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. മറ്റൊരു ഏരിയ പ്രസിഡന്റുമാരെല്ലാവരും വേദിയിലേക്ക് വിഭാഗീകരണമായി. ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ ശ്രീ വി ബി ആനിയുടെ സ്വാഗതം. ഈസ്റ്റ് മണ്ഡലത്തിന്റെ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. വെസ്റ്റ് മണ്ഡലത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി മനോജ് മണ്ഡലം സ്വാഗതം. കൗൺസിലർമാരാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കൗൺസിലർമാർ അയ്യന്തോൾ ഡിവിഷൻ കൗൺസിലർ ശ്രീ എൻ പ്രസാദ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പൂങ്കുന്നം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ വി ആതിര അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കോട്ടപ്പുറം ഡിവിഷൻ കൗൺസിലർ ശ്രീ നിജി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മാറ്റനാങ്കൽ ഡിവിഷൻ കൗൺസിലർ ശ്രീ രാധിക സ്വീകരിക്കുന്നു. പൂർണിമ ചേച്ചി, ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സംവിധാനത്തിന് പുറമെ SG4 പാർലമെന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച SG4 പാർലമെന്റ് അംഗങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സംഘടനകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പരിവാർ സംഘടനകളുടെ SG4 വഴിയോ വഴിയോ
ഡിപ്പാർട്ട്മെന്റിൽ ശ്രീ രാജേഷ് അവർ സ്വീകരിക്കുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ശ്രീ സായി നിവേദൻ വിശ്വഹിന്ദു വർഷത്തിന് വേണ്ടി ഹിന്ദു എക്കണോമിക് ഫോറം സമർഷ ഭാരതീയ വ്യവസായ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്നു. ഈസ്റ്റ് മണ്ഡലം ഏരിയ പ്രസിഡന്റ് വിനോദ് സിയ, ശ്രീനാം പ്രകാശൻ, ഗിരീഷ് ചെറുവാണ, സജീവൻ പി ആർ എന്നിവരെ സ്വാഗതം സ്വീകരിക്കുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം സ്വീകരിക്കുന്നു. BMS വേണ്ടി ശ്രീ കൃഷ്ണേട്ടൻ എന്നിവരെ സ്വീകരിക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ BMS വേണ്ടി ശ്രീ കൃഷ്ണേട്ടൻ സ്വീകരിക്കുന്നു. നമോ ശോഭാ സിദ്ധി എന്നുള്ള പേര് അദ്ദേഹത്തെ ഹാരിഷ് നായർ, നന്ദകുമാർ, ശക്തി സുകുമാർ എന്നിവരെ സ്വീകരിക്കുന്നു. BDJS വേണ്ടി ശ്രീ ഗോപകുമാർ, NCPക്ക് വേണ്ടി ശ്രീ ശശി പൊയ്ക്കൽ, ശിവസേനയ്ക്ക് വേണ്ടി ശ്രീ ജതീഷ്, ജന്മഭൂമിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ജന്മഭൂമിക്ക് വേണ്ടി ശ്രീ വിനോദ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ആളുകൾ ഒന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആളുകൾ പേരുവിളിച്ച ആളുകൾ മാത്രം വരും. കഴിഞ്ഞ ആളുകൾ ആയിരുന്നു വെസ്റ്റ് മണ്ഡലം ഏരിയ പ്രസിഡന്റുമാർ അവിടെ കഴിഞ്ഞ ആളുകൾ സമയം വളരെ കുറവുള്ള കഴിഞ്ഞ ആളുകൾ നമോ ശോഭാസിദ്ധി ചെയ്യുന്നു. ഭാരതീയ വിജ്ഞാന കേന്ദ്രം വേണ്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ മാസ്റ്റർ ഭാഗം സമർപ്പിക്കുന്നു. സേവാഭാരതിക്ക് വേണ്ടി ഡോക്ടർ ധർമ്മപാലൻ സ്വീകരിക്കുന്നു. ഭാരതത്തിന് വേണ്ടി തേക്കിക്കാട് ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് സ്വീകരിക്കുന്നു. അവിടുന്ന് ആളുകളെ കടത്തി വിടണം. അവിടുന്ന് വരുന്ന ആളുകളെ അവിടുന്ന് കടത്തി വിടണം. വഴിയിൽ സ്വീകരിച്ച ആളുകൾ BDMS വേണ്ടി ഇന്ദിര ടീച്ചർ സ്വീകരിക്കുന്നു. BDJS വേണ്ടി സംഗീത വർഷമ, ഗോപകുമാർ, മോഹൻദാസ്, ധർമ്മപാൽ അദ്ദേഹം ഒരു പുസ്തകമാണ് അതിന് വേണ്ടി നൽകിയത്. ഡോക്ടർ ധർമ്മപാൽ സർ അദ്ദേഹം ഒരു പുസ്തകം അതിന് വേണ്ടി നൽകിയിരുന്നു. നമ്മുടെ കോർപ്പറേഷൻ നേതാവ് ശ്രീ വിനോദ് കുമാർ ഡിവിഷൻ കൗൺസിലറാണ്. അതിനുവേണ്ടി സ്വീകരിച്ചിരിക്കുന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന് വേണ്ടി പ്രേംകുമാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സേവാഭാരതിക്ക് വേണ്ടി ഉണ്ണിരാജ് സാറാണ് സ്വീകരിക്കുന്നത്. ഉണ്ണിരാജ് സാറിനെ ക്ഷണിക്കുന്നു. ബാലഗോകുലത്തിന് വേണ്ടി ഹരിവേട്ടൻ ഗോപിച്ചേട്ടൻ സ്വീകരിക്കുന്നു. NCPക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ നരേന്ദ്രൻ അവർ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ആളുകൾ അതിനുശേഷം എല്ലാ ഏരിയ പ്രസിഡന്റുമാരും ഈ ഏരിയ പ്രസിഡന്റുമാരെ മാറിയിട്ടുണ്ട്. ക്രീഡാഭാരതിക്ക് വേണ്ടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ
മുൻഡി വേസ്റ്റ് സേവാഭാരത ഉദ്ദേശമുള്ള ഉണ്ണിരാജ സാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഗീത ടീച്ചർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ക്രീഡാഭാരതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സി എസ് ജോഷി അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രസിഡന്റ് ശ്രീ മുരളീധരൻ അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മഹിളാ മോർച്ച മണ്ഡലം അധ്യക്ഷ ശ്രീമതി ഭാവി രവിചന്ദ്രൻ സ്വീകരിക്കുന്നു. പാർട്ടിയുടെ ടൗൺ ഏരിയ പ്രസിഡന്റ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ടൗൺ ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണമോഹൻ അവർ അദ്ദേഹത്തെ സ്വാഗതം സ്വീകരിക്കുന്നു. കൃഷ്ണമോഹൻ ടൗൺ ഏരിയ പ്രസിഡന്റ് ശ്രീ കൃഷ്ണമോഹൻ അവർ ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഉയർന്ന കൈയ്യടിയോട് കാരണം ടൗൺ ഏരിയയാണ് തൃശൂർ നിയോജകമണ്ഡലത്തിലെ ശക്തികരമായ അയ്യന്തോൾ ഏരിയ പ്രസിഡന്റ് ശ്രീ കൊള്ളിങ്ങ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അയ്യന്തോൾ ഏരിയയിൽ നിന്നാണ്. അയ്യന്തോൾ ഏരിയ പ്രസിഡന്റ് ശ്രീ കൊള്ളിങ്ങ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഓരി ഏരിയ പ്രസിഡന്റ് ശ്രീ പൈച്ചു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. വെസ്റ്റ് ഏരിയയ്ക്ക് വേണ്ടി സച്ചിൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. തൃശൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ് തൃശൂർ മണ്ഡലത്തിലെ പരാജയമാണ് സ്വീകരിച്ചത്. ബിയുടെ ഏരിയയ്ക്ക് വേണ്ടി ജയൻ കോലായി ശിവദാസ് സ്വീകരിക്കുന്നു. BMS ആർ പ്രസിഡന്റ് ശ്രീ വിനോദ് സ്വീകരിക്കുന്നു. BMS മേഖലാ പ്രസിഡന്റ് ശ്രീ വിവേഷ് സ്വീകരിക്കുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വേണ്ടി പൂർവാസ യുവസേവാ വിജയകുമാർ സ്വീകരിക്കുന്നു. ദിവ്യ ടീച്ചർ സ്വീകരിക്കുന്നു. തൃശൂർ ജില്ല പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടി ദിവ്യ ടീച്ചർ സ്വീകരിക്കുന്നു. ആയുർവേദ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നോൺ ടീച്ചേഴ്സിന് വേണ്ടി ശ്രീ പിന്തു മഹാദേവനോടും സ്നേഹ ടീച്ചർ സ്വീകരിക്കുന്നു. ഏരിയ പ്രസിഡന്റുമാർ ലക്ഷ്യ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി ദിനേഷ് കുമാർ സ്വീകരിക്കുന്നു. ഏരിയ പ്രസിഡന്റുമാരെ സുരേഷ്